എന്തിന് ഈ സ്റ്റാർ സിയാങ് ഡോങ്നൻ വരെ ഫേക്കാ? തൽക്കാലം ഒരുവിധം എല്ലാം അവസാനിച്ചു. അങ്ങനെയൊന്നുമില്ലടാ. മ്യൂസിക്കൊക്കെ അടിച്ചു മാറ്റി എത്രയോ ആൾക്കാർ പുറത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് മാത്രം പ്രശ്നം എന്താ? ഞാൻ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പറയും. എനിക്ക് ഒറിജിനൽ ന്യൂ ഫോഴ്സിൽ ഒന്ന് ചേർന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടടാ. എന്തിന്? അതിലേറ്റവും പോപ്പുലർ കളിക്കാരനായിരിക്കും ഫൈനൽ സ്റ്റേജിൽ എത്താൻ പോകുന്നത്. പിന്നെ അവനല്ലേ താരം. ഹോങ്വേ, നീ ശരിക്കും ഒരു മാർക്കറ്റിംഗ് ജീനിയസാ. സോറി. നമിച്ചു മോനെ. പ്രധാന കാര്യങ്ങൾ 3 തവണ പറയണം. പിന്നെ ഒരു കാര്യമുണ്ടേ, നീ എനിക്കൊരു സഹായം ചെയ്യണം കേട്ടോ. മിസ്റ്റർ വേയ് എൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്ത് വെച്ചേക്കോടാ. അയാളുടെ കമ്പനി ഷെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ. നീ സിസ്റ്റർ ചൂയോട് ഒന്ന് പറയടാ, ആ കോൺട്രാക്ട് ഒന്ന് എനിക്ക് സൈൻ ചെയ്ത് തരാൻ പ്ലീസടാ. വേയുക്കായി ആർട്ടിസ്റ്റുകൾ നീ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. നീ ഒന്ന് സമാധാനിക്ക്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. കമ്പനി നിന്നോട് ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ നീ ആ കോൺട്രാക്ട് അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. വേറെ വരുന്നുണ്ടല്ലോ. എടാ ലൈറ്റ് ഇയർ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ് ഫീൽഡിലെ ഏറ്റവും ടോപ്പാടാ. അവരുടെ ഒരു കോൺട്രാക്ട് കിട്ടിയാൽ അത് വലിയ കാര്യമല്ലടാ. അങ്ങനാണോ? പിന്നല്ലാതെ. കുറേ ആൾക്കാർ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് പേയ്മെന്റ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പുതിയ പ്രോജക്റ്റോ അനൗൺസ്മെന്റോ ഒന്നുമില്ല. ഫാൻസൊക്കെ നല്ല ദേഷ്യത്തിലാണ്. ഫാൻസൊക്കെ ആന്റി സിങ് ഡോങ്നൻ എന്ന് പറയുന്ന ഒരു ഫാൻസ് ക്ലബ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാൻസിന്റെ എണ്ണം ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുക. ടീച്ചർ ഷിയാങ്, നിങ്ങൾ എപ്പോഴും അപ്പോളജി ലെറ്റർ അയക്കുന്നേ? അയക്കുന്നില്ല. സിസ്റ്റർ സൂയി, നിങ്ങൾ അയക്കേ? എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ അറിയാതെ അപ്പോളജി ലെറ്റർ അയക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പാസ്വേഡ് മാറ്റി. അല്ല ടീച്ചർ ഷിയാങ്, ഒന്ന് ചോദിക്കട്ടെ, കമ്പനിക്ക് പേരുദോഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാ? നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം എന്നോടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്നോട് പറ. ആ പാട്ട് എഴുതിയത് ഞാനല്ല. പിന്നെ അതിന്റെ പഴി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ട ആവശ്യം എന്താ? വേയുക്കായ്, ഇതിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എനിക്കൊരു ഐഡിയ പറഞ്ഞാ? നോ ടീച്ചർ ഷിയാങ്, അല്ല നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്കറിയാലോ, 1 വർഷമായിട്ടും ഒരു പാട്ട് പോലും നിങ്ങൾ ഇറക്കിയിട്ടില്ല. ഇങ്ങനെ പോയ ആളുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ മറക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പകുതി പാട്ട് എഴുതി തന്നാൽ മതി. അത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിന്നോളാം. എന്നെ കൊണ്ട് പാട്ട് എഴുതാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷേ എനിക്കതിന് കറക്റ്റായ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. അതിന് നിങ്ങൾ വായി വരുന്നെന്ന് വിളിച്ചു പറയണ്ട. മനസ്സിലായോ പറഞ്ഞത്? അതിനർത്ഥം അതിനുശേഷം നിങ്ങൾ പാടില്ലെന്നാണോ? പാടും. ഒരിക്കലും ഞാൻ പാട്ട് വിടില്ല. ഡോങ്നൻ, ഇമോഷണലായിട്ട് ദേഷ്യപ്പെടാനുള്ള സമയമല്ല ഇത്. ഇപ്പൊ പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഇമേജ് വളരെ മോശമാ. സിൻസിയർ ആയിട്ടുള്ള വളരെ കുറച്ച് ആരാധകരെ ഇപ്പൊ നിനക്കുള്ളൂ. ക്ഷമ ചോദിച്ചു എന്ന് വിചാരിച്ച് ചാവൊന്നുമില്ല. ചത്തു പോവും. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ മാപ്പ് പറയിക്കാനാണോ ശ്രമിക്കുന്നത്? അപ്പൊ ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കുന്ന പോലെ ആയില്ലേ? നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതെന്റെ ജീവിതമാണ്. ഞാൻ എഴുതുന്ന പുതിയ ആൽബത്തെ ഞാൻ തന്നെ പാടുന്ന വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം.